ഹായ് നമസ്കാരം. എൻ്റെ പേര് ശിൽപ. ഞാൻ ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിനേഷന് 298 റാങ്ക് വാങ്ങിച്ച കുട്ടിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ മലയാളം പഠിപ്പിച്ച ജോബൻ സാറിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനാണ്. കാരണം ഈ വർഷം മലയാളം ഓപ്ഷണലിന് എനിക്ക് 314 മാർക്കുണ്ട്. ഇതുവരെയുള്ള മാർക്സ് കണ്ടിട്ട് ഞാനാണ് ഈ വർഷത്തെ മലയാളം ടോപ്പർ എന്നാണ് തോന്നുന്നത്. അപ്പോൾ മലയാളം മീഡിയത്തിലല്ല പഠിച്ചത്. മലയാളം അധികം പഠിച്ചിട്ടില്ലാത്ത എനിക്ക് മലയാളം പോലൊരു സബ്ജക്റ്റ്, അത് മലയാള സാഹിത്യം എന്ന് പറയുന്നത് അത്രയും വിശാലമായൊരു സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ആ സബ്ജക്റ്റിന് ടോപ്പറാവാൻ സാധിക്കുക എന്ന് പറയുന്നത് ജോബൻ സാറിനെ പോലൊരു ടീച്ചറിൻ്റെ, ഒരു മെൻറ്ററിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും മോട്ടിവേഷനും കൊണ്ട് മാത്രമാണ്. സാർ എൻ്റെ കൂടെ ത്രൂ ഔട്ട് എല്ലാ സ്റ്റേജും ഉണ്ടായിരുന്നു. ഇപ്പം സാർ മലയാളമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും പ്രിലിംസിനായാലും മെയിൻസിനായാലും എനിക്ക് അഡ്വൈസ് തരാനായാലും മോട്ടിവേഷനായാലും എല്ലാ കാര്യങ്ങൾക്കും സാറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. 2017 ഞാൻ സാറിൻ്റെ സ്റ്റുഡൻറ്റ്. പക്ഷേ 2017 സാറിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം സാറ് ഞാനുമായിട്ടും എന്താ പറയുക ഒരു ത്രൂ ഔട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2018 വീണ്ടും എഴുതാൻ നേരത്ത് ഒരുപക്ഷെ സാറിൻ്റെ സ്ഥാനത്ത് മറ്റേത് സാറായിരുന്നെങ്കിലും വിചാരിച്ചേനെ ഇവളിപ്പോൾ എൻ്റെ കുട്ടിയല്ല, ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ലല്ലോ, എന്തോ ആകട്ടെ എന്നൊക്കെ. പക്ഷേ സാർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാറിൻ്റെ ഓരോ ആൻസേഴ്സും കറക്റ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ ചോദ്യങ്ങൾ എഴുതിയിട്ടും അതിൻ്റെ ആൻസേഴ്സ് സാറിന് അയച്ചു കൊടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, സാർ ഒപ്പീനിയൻ എന്താണെന്ന്. സാറ് ഒരിക്കൽ പോലും എനിക്ക് സമയമില്ലെന്നോ അല്ലെങ്കിൽ പറ്റില്ലെന്നോ പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് ഓരോ ആൻസേഴ്സും നോക്കി പറഞ്ഞു തരികയും എനിക്ക് എന്ത് ചെയ്യണം, എന്ത് മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള പ്രോപ്പർ ഗൈഡൻസ് തരികയും ചെയ്തു. ഒരു പക്ഷേ സാർ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു വിജയം എനിക്ക് നേടാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജോബൻ സാറിനോട് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്.